എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതം പ്രഥമ സ്കന്ധമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാഭാഗവതത്തിൻ്റെ പിറവിയും നാരദൻ്റെ മുൻജന്മങ്ങളുമാണ്. ഇവിടെ ശൗനകൻ എന്ന മഹർഷി ഉഗ്രശ്രവസ് എന്ന സൂതനോട് മഹാഭാഗവതം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ശൗനകൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉഗ്രശ്രവസ് പറയുകയാണ്, ഭാഗവത തത്വം ആദ്യമായി ഭഗവാൻ നാരായണൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുന്നു. ബ്രഹ്മദേവൻ ഈ തത്വം, ഭാഗവതത്തിൻ്റെ തത്വം നാരദൻ ഉപദേശിച്ചു കൊടുക്കുന്നു. നാരദൻ വ്യാസഭഗവാനും വ്യാസഭഗവാൻ ശ്രീശുകനും ഉപദേശിക്കുന്നു. ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ആ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, അതായത് ഉഗ്രശ്രവസ് എന്ന സൂതനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കഥ കേൾക്കാനിടയായത് എന്ന് ഉഗ്രശ്രവസ് ശൗനകനോട് പറയുന്നു. ഉടൻ തന്നെ ശൗനകൻ പറയുകയാണ്, അല്ലയോ മഹാനുഭാവ, എങ്കിൽ അങ്ങത് ഞങ്ങൾക്കു കൂടി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നു. ഉടൻ തന്നെ സൂതൻ പറയുകയാണ്, ശരി, കുരുക്ഷേത്രത്തിലുള്ള സരസ്വതി നദീ തീരത്തുള്ള തൻ്റെ പർണാശ്രമത്തിൽ ഒരു പ്രഭാതവേളയിൽ വ്യാസഭഗവാൻ ചിന്തിച്ചുകൊണ്ട് നദിയിലേക്ക് നോക്കി, സരസ്വതി നദിയിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് വ്യാസഭഗവാന്റെ അടുക്കലേക്ക് നാരദ മഹർഷി എത്തിച്ചേരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അല്ലയോ മഹർഷി, എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത്? ഉടൻ തന്നെ വ്യാസഭഗവാൻ പറയുകയാണ്, എന്താണെന്നറിയില്ല, ഞാനും അതുതന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങ് സർവജ്ഞനാണല്ലോ, അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും എനിക്ക് എന്താണ് പറ്റിയത്? വ്യാസഭഗവാന്റെ ഇത്തരത്തിലുള്ള മറുപടി കേട്ടപ്പോൾ നാരദ മഹർഷി അല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വേദം പകുത്തു, മഹാഭാരതം രചിച്ചു, പുരാണങ്ങൾ എഴുതി, എങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഭക്തി നിർഭരമായ ഒരു ഗ്രന്ഥം അങ്ങ് രചിച്ചില്ല. അങ്ങ് മഹാഭാഗവതം എഴുതുക, അങ്ങയുടെ ഈ വിഷമതകളൊക്കെ മാറും, അങ്ങയുടെ മനസ്സ് തെളിയും, ഉള്ളിൽ ആനന്ദം നിറയും. ഇങ്ങനെ നാരദ മഹർഷി വ്യാസഭഗവാനോട് പറയുന്നു. എന്നിട്ട് രണ്ടുപേരും ചിന്തയിൽ മുഴുകി. അല്പസമയം അവർ രണ്ടുപേരും അങ്ങനെ ഇരുന്നു. പിന്നെ ചെറിയ ഒരു ചിരിയോടുകൂടി നാരദൻ പറയുകയാണ്, അല്ലയോ മഹർഷി, നാരായണ പ്രസാദം കൊണ്ട് ഞാൻ എങ്ങനെ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനായി എന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ മുൻചരിതം അങ്ങേക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ നാരദൻ വ്യാസഭഗവാനോട് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടു കൂടി വ്യാസൻ നാരദനെ ഇങ്ങനെ നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അത്ഭുതം നാരദൻ കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നാരദരെ, അങ്ങേക്കും മുൻജന്മമുണ്ടെന്നാണോ? അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനല്ലേ? ഇങ്ങനെ വ്യാസൻ ചോദിക്കുന്നു. ഉടൻ തന്നെ നാരദൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കൽപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. അന്ന് ഞാനൊരു ശൂദ്ര സ്ത്രീയുടെ ഏക മകനായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ഗന്ധർവനായിരുന്നു. ആദ്യം ഞാൻ ആ കഥ പറയാം. എന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞുപോയ മഹാകൽപ്പത്തിൽ ഉപബർഹണൻ
എന്ന ഗന്ധർവനായിരുന്നു ഞാൻ. ദക്ഷൻ, മരീചി തുടങ്ങിയ പ്രജാപതികൾ ഒരു യാഗം നടത്തുകയായിരുന്നു. ആ യാഗത്തിലേക്ക് ഒരു മര്യാദയുമില്ലാതെ ഞാൻ പ്രവേശിച്ചു. ഗന്ധർവന്മാരും അപ്സരസുകളും ഹരികഥാ കീർത്തനം നടത്തുന്ന ആ സമയത്ത് ഞാൻ കുറച്ച് അപ്സരസുന്ദരികളുമായി പാട്ടുപാടിക്കൊണ്ട് അഹങ്കാരത്തോടു കൂടി ഞാൻ ആ സഭയിൽ പ്രവേശിച്ചു. അവരുടെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്തത് പ്രജാപതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ എന്നെ ശപിച്ചു. നീ ഒരു ഐശ്വര്യം കെട്ടവനായി ജനിക്കട്ടെ എന്നാണ് എന്നെ ശപിച്ചത്. അങ്ങനെ ഞാൻ ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായി ജനിച്ചു. ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെ അടിച്ചു തളിക്കാരിയായിരുന്നു എൻ്റെ അമ്മ. ഞാനും അമ്മയോടൊപ്പം ആ ബ്രാഹ്മണ ഭവനത്തിലാണ് താമസിച്ചു പോന്നത്. ഒരു വർഷകാലത്ത് ചാതുർമാസം ആചരിക്കുവാനായി 4 ഉത്തമ ബ്രാഹ്മണർ ആ ഗൃഹത്തിലേക്ക് വന്നു. അവർക്കാവശ്യമുള്ള കൊച്ചു കൊച്ചു സേവനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എന്നെ അമ്മ നിയോഗിച്ചു. എന്നോടവർക്ക് വളരെയധികം വാത്സല്യം തോന്നി. ആ ബ്രാഹ്മണർ നാരായണ കഥകൾ പറയുന്നത് കേട്ട് ക്രമേണ ഞാനും ഒരു നാരായണ ഭക്തനായി തീർന്നു. എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രമായി എൻ്റെ ചിന്ത. ചാതുർമാസം കഴിഞ്ഞ് ആ യോഗികൾ യാത്രയാകും മുമ്പ് അവർ എനിക്ക് ഭഗവത് ധർമ്മം ഉപദേശിച്ചു തന്നു. കരുണാനിധിയായ ഭഗവാൻ എനിക്ക് ഭക്തിയും അതുമൂലം ജ്ഞാനവും നൽകി. ഇങ്ങനെ നാരദൻ തൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി, കഴിഞ്ഞ ജന്മത്തെപ്പറ്റി പറയുന്നു. അതായത് ഒരു ഗന്ധർവനായിട്ടായിരുന്നു നാരദൻ ആദ്യം ജനിച്ചത്. ആ ഗന്ധർവനായിരുന്ന നാരദൻ ആ ഗന്ധർവ ജന്മത്തിൽ തെറ്റു ചെയ്തതുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് ബ്രാഹ്മണർക്ക് ദാസിവേല ചെയ്യുന്ന രീതിയിൽ പിറന്നു. പക്ഷേ ആ പിറവിയിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തതുകൊണ്ട്, ഭഗവാന്റെ ഭക്തനായി തീർന്നതുകൊണ്ട് വീണ്ടും എന്ത് സംഭവിച്ചു? ഭഗവാന്റെ അനുഗ്രഹവും ജ്ഞാനവും ലഭിച്ചു. പിന്നീട് നാരദൻ എന്ന ജന്മത്തിലേക്ക് പ്രവേശിച്ചു. ഇക്കാര്യങ്ങളെല്ലാം നാരദൻ വ്യാസനോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം വ്യാസൻ വളരെ കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്, പിന്നെന്തുണ്ടായി? എങ്ങനെയാണ് ദേഹം അന്ന് അങ്ങ് ഉപേക്ഷിച്ചത്? കഴിഞ്ഞ കൽപ്പത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അങ്ങേക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്? ഇങ്ങനെ വ്യാസൻ നാരദനോട് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നാരദൻ പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അമ്മ പാമ്പുകടിയേറ്റ് മരിച്ചു. ഈ ലോകത്തോട് എന്നെ ബന്ധിച്ചു നിർത്തിയിരുന്ന ഒരേ ഒരു കെട്ടും അതോടുകൂടി അറ്റു. ദൈവം വരുത്തുന്ന ഓരോ ആപത്തിലും നമുക്കൊരു അനുഗ്രഹം ഒളിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി തീർന്നു. നാടുകളും നഗരങ്ങളും താണ്ടി ഇടയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും പിന്നിട്ട് ഞാൻ ഒരു വനത്തിൽ എത്തിച്ചേർന്നു. വിശപ്പും ദാഹവും മൂലം ഞാൻ വല്ലാതെ തളർന്നിരുന്നു. കാട്ടിലെ ഒരു അരുവിയിലിറങ്ങി വെള്ളം കോരി വയറു നിറയെ ഞാൻ കുടിച്ചു. കാലും മുഖവും കഴുകി ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്ന് അല്പം ഉറങ്ങി ഞാൻ. ഒരു കുളിയും കഴിഞ്ഞതോടുകൂടി എൻ്റെ ക്ഷീണമെല്ലാം മാറി. ഒരു അരയാൽ ചുവട്ടിലിരുന്ന ആ യോഗികൾ എന്നെ പഠിപ്പിച്ച വിധം ഞാൻ പരമാത്മാവിനെ ധ്യാനിച്ചു. ഏറെ നേരം ധ്യാനിച്ചപ്പോൾ ഭഗവാൻ ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. എനിക്ക് ആനന്ദമുണ്ടായി. പിന്നീട് പല പ്രാവശ്യം ധ്യാനിച്ചിട്ടും ആ രൂപം തെളിഞ്ഞില്ല. അപ്പോൾ ഞാനൊരു അശരീരി കേട്ടു.
നിന്റെ കർമ്മബന്ധം തീർന്നിട്ടില്ല. നിന്റെ കാമാദിദോഷങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് നിനക്കിനി ഈ ജന്മം എന്നെ കാണാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കാട്ടിത്തന്നത് എൻ്റെ രൂപത്തിൽ നിനക്ക് ആഗ്രഹം വർദ്ധിച്ചു വരാനും ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്റെ ഹൃദയത്തിലൊന്ന് മിന്നിമറഞ്ഞത്. പക്ഷേ ഇനി നിനക്കെന്നെ കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം നിന്റെ കാമാദിദോഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. നിനക്കെന്നിൽ ഭക്തി ഉണ്ടായിരിക്കുന്നു. ഒരിക്കൽ നീ എൻ്റെ സേവകനായി തീരും. ഈ ചിന്തകളെല്ലാം തന്നെ, ഈ ഓർമ്മകളെല്ലാം തന്നെ നിന്നിൽ എപ്പോഴും ഉണ്ടാകും. നിന്റെ തുടർന്നുള്ള ജന്മത്തിലും ഈ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടാകും. അതൊരിക്കലും നശിക്കുകയില്ല. ഇങ്ങനെ ഒരു അശരീരി ഞാൻ കേട്ടു. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ച് ഞാൻ അന്നു മുതൽ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നാണം വിട്ട് ഉറക്കെ പാടിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ സഞ്ചരിച്ചു. ഒരു നാണവും എനിക്ക് തോന്നിയില്ല അങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നതിൽ. ഒടുവിൽ എൻ്റെ ശരീരം പതിച്ചു, ഭൂമിയിലേക്ക് പതിച്ചു. പ്രളയകാലത്ത് നിദ്രയിലാണ്ട ബ്രഹ്മാവിൻ്റെ ശ്വാസവായുവിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നു. ഒരു മനുഷ്യവർഷമാണ് ഒരു ദിവ്യവർഷത്തിലെ ഒരു ദിവസം. 1000 ചാതുർയുഗകാലം, അതായത് 120 ലക്ഷം ദിവ്യവർഷം ഞാൻ അവിടെ കഴിഞ്ഞു. കൽപ്പാവസാനം ബ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം സൃഷ്ടി ആരംഭിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടി മരീചി മുതലായ ഋഷികളോടൊപ്പം ഞാനും ജനിച്ചു. അങ്ങനെയാണ് ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രനായത്. വിഷ്ണുവിൻ്റെ വൈഭവം വാഴ്ത്തി ഞാനിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഭഗവാനെ കീർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ സദാ ഹരി വസിക്കുന്നു. സംസാര സാഗരം കടക്കുവാനുള്ള വഴി ഹരികഥാ കീർത്തനമാണ് എന്ന് എനിക്ക് അനുഭവം ഉള്ളതാണ്. മുകുന്ദ സേവ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും മുക്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് അല്ലയോ വ്യാസ, അങ്ങ് ഹരികഥ കീർത്തിക്കുക, ശ്രീമദ് മഹാഭാഗവതം രചിക്കുക. അങ്ങയുടെ എല്ലാ മൗഢ്യവും അതോടുകൂടി മാറും. അങ്ങനെ നാരദൻ എല്ലാ കാര്യങ്ങളും വ്യാസഭഗവാനെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. നാരദൻ യാത്ര പറഞ്ഞ് വീണയും മീട്ടിക്കൊണ്ട് മറഞ്ഞു. വ്യാസൻ ഭഗവാനെ ധ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായി. മുക്തിപ്രദമായ മഹാഭാഗവതം രചിക്കുവാൻ വ്യാസഭഗവാന്റെ ഹൃദയം സജ്ജമായി. അദ്ദേഹം അത് മനോഹരമായി നിർവഹിച്ചു. തൻ്റെ ശിഷ്യന്മാരെയും പുത്രനായ ശുഗനെയും അത് പഠിപ്പിച്ചു. ഹരേ കൃഷ്ണ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ മഹാഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? എത്രയോ തവണ നമ്മൾ പറഞ്ഞു. വീണ്ടും 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 മഹാഭാഗവതം ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഈ കഥയിൽ തന്നെയുണ്ട്. അതായത് ഗന്ധർവനായിരുന്നു നാരദൻ. പക്ഷേ ഗന്ധർവനായിരുന്ന നാരദൻ തെറ്റു ചെയ്തു. തെറ്റു ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ദേവലോകത്ത് താമസിച്ചിരുന്ന നാരദർക്ക് ഭൂമിയിൽ വന്ന് പിറക്കേണ്ടതായിട്ട് വന്നു. ഭൂമിയിൽ വന്ന് പിറക്കുമ്പോൾ അവിടെ എന്തുണ്ട്? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല ദാസ്യവേലകളും പലരുടെയും വീടുകളിൽ പോയി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം സ്വർഗലോകത്തിലുള്ള ആ സുഖസൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതുപോലുള്ള ജീവിത രീതികളോ ആ ബഹുമാനങ്ങളോ ഒന്നും ഭൂമിയിൽ ലഭിക്കുകയില്ല. ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പാവം സ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നാരദനും ഈ ബ്രാഹ്മണർക്ക് ദാസ്യവേല ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്
ഉത്തമരായ ചില ബ്രാഹ്മണരുടെ ഉപദേശങ്ങൾ, ഭഗവാന്റെ കഥകൾ എല്ലാം കേൾക്കാനായിട്ട് നാരദർക്ക് സാധിച്ചത്. അങ്ങനെ അതെല്ലാം അദ്ദേഹം പഠിക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നല്ല ഒരു വീണ്ടും ഉയർത്തപ്പെട്ടു. ജീവിതം ആ ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഉയർത്തപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. നമുക്ക് തോന്നും അമ്മ മരിച്ചത് വലിയ ദുഃഖമാണ്. പക്ഷേ ഭഗവാൻ നമുക്ക് ചില നഷ്ടങ്ങൾ തരുമ്പോൾ അതിൽ കൂടി നമുക്ക് മറ്റു ചില മേന്മകൾ കൂടി ഭഗവാൻ നൽകുന്നുണ്ട്. കാരണം എന്താണ്? ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ഭഗവാൻ ഏതെങ്കിലും വശത്തുകൂടി നമുക്ക് ചില ദോഷങ്ങൾ നൽകുമ്പോൾ മറുവശത്തുകൂടി ഭഗവാൻ മറ്റു ചില നന്മകൾ കൂടി നമുക്ക് നൽകും. അത് കണ്ടെത്തി മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം നന്മയുള്ളതായി തീരുന്നത്, ശോഭയുള്ളതായി തീരുന്നത്. ഇവിടെ നാരദര് നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാന്റെ കഥകൾ പാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും നാരദൻ്റെ കൂടെയുണ്ട്. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം നാരദൻ എന്ത് ചെയ്യുന്നു? കാട്ടിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പല സ്ഥലങ്ങളിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അങ്ങനെ ഒരു കാട്ടിലെത്തുന്നു. അവിടെ ഇരുന്നും നാരദര് ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു മിന്നായം പോലെ നാരദൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ വരുന്നു. പിന്നെ ധ്യാനിച്ചിട്ട് ഭഗവാനെ കാണാനായിട്ട് നാരദർക്ക് പറ്റിയില്ല. ഒരു മിന്നായം പോലെ ഇങ്ങനെ വന്നു മറഞ്ഞു പോയി. അപ്പോഴാണ് ആ അശരീരി കേൾക്കുന്നത്, കാരണം നിന്റെ കർമ്മദോഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, പക്ഷേ നീ എപ്പോഴും എന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിന്റെ മനസ്സിൽ ആ പ്രാർത്ഥന എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വന്ന് മിന്നി മറഞ്ഞു പോയത്. നീ അത് പ്രയോജനപ്പെടുത്തുക. ഇനി ഞാൻ ഈ ജന്മത്തിൽ നിന്റെ മുമ്പിൽ വരില്ല, കാരണം നിന്റെ കർമ്മദോഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല, കുറച്ചുകൂടി തീരേണ്ടതായിട്ടുണ്ട്. നാരദർക്ക് ഭഗവാൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാന്റെ കഥകൾ ഉറക്കെ പാടിക്കൊണ്ട് ലോകം മുഴുവൻ നടന്നു. ഒരു നാണക്കേടും നാരദർക്ക് അതിൽ തോന്നിയില്ല. ഭഗവാന്റെ കഥകൾ പറയുന്നതിനോ ഭഗവാന്റെ പാട്ടുകൾ പാടുന്നതിനോ ഭഗവാനെ സ്തുതിക്കുന്നതിനോ ഒന്നും തന്നെ നാരദർക്ക് യാതൊരു വിഷമവും തോന്നിയില്ല. വളരെ ഒച്ചത്തിൽ അത് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? നാരദര് മരണപ്പെടുന്നു. ആ മരണപ്പെട്ട് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയൊരു ജന്മം നാരദർക്കുണ്ടാകുന്നു. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആ നാരദർ. മഹാഭക്തനായ, എപ്പോഴും ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുന്ന മഹാനാരായണ ഭക്തനായ നാരദർ. അങ്ങനെ ഭഗവാന്റെ ഭക്തനായി ഉയർത്തി ഭഗവാൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല. ഭഗവാന്റെ ഭക്തരായിരിക്കുന്ന നമുക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്, ഈ ജന്മത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തതോ അതല്ലെങ്കിൽ നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്തതോ ആയ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ ദുഃഖങ്ങളായും ദുരിതങ്ങളായും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ദുഃഖങ്ങൾക്കിടയിലും ദുരിതങ്ങൾക്കിടയിലും നിരന്തരമായ ഭഗവത് ഭജനം ഉണ്ടെങ്കിൽ ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ തീരുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ ഉയർത്തും. നേർവഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. ശാശ്വതമായ മോക്ഷം നമുക്ക് ലഭിക്കും. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരും അനുഭവിക്കും. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായാലും അതെല്ലാം നമ്മുടെ കർമ്മഫലങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭജിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് പറഞ്ഞു കൊടുത്ത് ഇരിക്കുക. ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ ഒരു കഥയെങ്കിലും
കേട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ, ഇനി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി ഭഗവാന്റെ പാതയിലേക്ക് കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ അതും ഭക്തി തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ സങ്കടങ്ങളും ഭഗവാൻ മാറ്റിത്തരും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഭഗവാനെ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം നമ്മുടെ കർമ്മഫലങ്ങളാണ്. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.